നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കൊക്കെ പല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ സഫലീകരിച്ച് കിട്ടാൻ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനം ഇറങ്ങിയ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ പാരായണം ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് കിട്ടുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ആയത്ത് ഏതാണ്? ആ സൂറത്തിൻ്റെ മഹത്വം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നൂർ സബാഹിൻ്റെ പ്രഭാതത്തിലുള്ള നല്ലൊരു ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത്. നമ്മുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്. അള്ളാഹുവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ക്ലാസ്സുകളൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ മാഇദ പരിശുദ്ധ ഖുർആനിലെ അവസാനമിറങ്ങിയ സൂറത്താണ്. കാമിലായി പരിപൂർണമായി ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ മാഇദ. ഇസ്ലാമിനെ പൂർത്തീകരിച്ചു എന്ന് പറയുന്ന അർത്ഥം വരുന്ന ആയത്ത് ആ സൂറത്തിലുണ്ട്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന എന്ന ആയത്ത് സൂറത്തുൽ മാഇദയിലാണുള്ളത്. ഇന്നേ ദിവസം ദീനിന് യാതൊരുവിധ തെറ്റുകുറ്റങ്ങളും കേടുപാടുകളും കൂടാതെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ആ ആയത്തിലൂടെ അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. ഹബീബായ തങ്ങൾക്ക് ഏറ്റവും കാമിലായി അവസാനമിറങ്ങിയ സൂറത്താണ്. പല സൂറത്തുകളൊക്കെ പല ഘട്ടങ്ങളായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അൽ ബഖറ സൂറത്ത് എടുത്താലും മറ്റു ചെറിയ സൂറത്തുകളൊക്കെ പല ആയത്തുകളും ഘട്ടങ്ങളായിട്ടാണ് സൂറത്തുകളൊക്കെ അവതരിച്ചിട്ടുള്ളത്. പക്ഷേ കാമിലായിട്ട് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ മാഇദ. അതും 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ശ്രേഷ്ഠതയുള്ള, അത്രത്തോളം മഹത്വമുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത്. നാം ജീവിതത്തിൽ പാരായണം ചെയ്താൽ, നമുക്ക് നിത്യമായി പാരായണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയൊരു സൂറത്താണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എന്ത് ചെയ്യുക, ഒരു ദിവസം നമുക്ക് കഴിയുന്നത് ഓതുക, ബാക്കി ദിവസം എന്ത് ചെയ്യുക, ബാക്കി ഓതുക, അങ്ങനെ ഓതി പൂർത്തീകരിക്കുക. അതിന് വലിയ മഹത്വം നമുക്കുണ്ട്, വലിയ പുണ്യം നമുക്ക് ലഭിക്കുമെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്തുൽ മാഇദയിലെ 114 ആയത്തുണ്ട്. ആ 114 ആയത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിൽ നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ, നമുക്ക് പല പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മുടെ മനസ്സിനകത്ത് പല ഉദ്ദേശങ്ങളുണ്ടാകും. ആ ഉദ്ദേശങ്ങളൊക്കെ നിറവേറാൻ കഴിയുമെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ രീതി ഒന്ന് പറയാം. ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ 40 ദിവസം നമ്മളിത് ചെയ്യണം. ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ എന്ത് ചെയ്യുക, ആദ്യം ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിന്ന് ആദ്യം എന്ത് ചെയ്യുക, 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരം നിർവഹിക്കുക. നമുക്കിത് നിസ്കരിക്കാൻ സുന്നത്ത് നിസ്കാരങ്ങൾ പറ്റാത്ത സമയങ്ങളുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്ന സമയം, അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയം. ഈ 2 സമയങ്ങൾ നിസ്കരിക്കാൻ പറ്റില്ല. ആ സമയങ്ങൾ ഒഴികെ നമുക്ക് ളുഹയുടെ സമയത്ത് ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് രാത്രി സമയങ്ങളിലൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. അത് എന്ത് ചെയ്യുക, ആദ്യം ഖിബ്ലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് എന്ത് ചെയ്യുക, ഖളാഉൽ ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. അതിനുശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് 100 തവണ ചൊല്ലുക. അതിനുശേഷം ഈ ആയത്ത് എന്ത് ചെയ്യുക, നമ്മൾ പാരായണം ചെയ്യുക. സൂറത്തുൽ മാഇദയിലെ 114 ആയത്ത്. ഞാനൊന്ന് ആയത്ത് ഓതി തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال عيسى ابن مريم اللهم ربنا أنزل علينا مائدة من السماء تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين. ഈ ആയത്ത് 50 തവണ പാരായണം ചെയ്യുക. 50 തവണ എന്ത് ചെയ്യാം, ഖിബ്ലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് വുളുവൊക്കെ എടുത്ത്
നല്ല ശുദ്ധിയോടെ, സ്ത്രീകളാണെങ്കിൽ തലയൊക്കെ മറച്ച് ഔറത്തൊക്കെ മറച്ച് കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള അതിൻ്റെ അദബും മര്യാദകളൊക്കെ പാലിച്ച് 50 തവണ എന്ത് ചെയ്യുക, ഇത് 40 ദിവസം നിങ്ങൾ തുടർച്ചയായി ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കിട്ടുമെന്ന്. നമുക്കൊക്കെ പല പല സ്വപ്നങ്ങളുണ്ടാകും മനസ്സിനകത്ത്. നമ്മുടെ ജോലി ശരിയാവുക, മക്കളുടെ വിവാഹം ശരിയാവുക, അങ്ങനെ പല പല കാര്യങ്ങൾ ഇതൊക്കെ നിറവേറി കിട്ടാൻ കാരണമാകുമെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, പാരായണം ചെയ്യുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പാരായണം ചെയ്തതിന് ശേഷം 50 തവണ ഇത് ഓതിയതിനു ശേഷം എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതൊക്കെ സഫലീകരിച്ച് ലഭിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്കെന്നും ചൊല്ലാറുള്ള ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് ക്ലാസ് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. إن شاء الله നമുക്ക് ദുആ ചെയ്യാം. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الله يا رحمن രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാഫാക്കണേ അല്ലാഹ്. അല്ലാഹു റഹ്മാനെ, ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ റഹ്മാനെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മോശമായ ചീഞ്ഞളിഞ്ഞ ചതഞ്ഞരഞ്ഞ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹു റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹു റഹ്മാനെ, അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പലവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. നീ ശിഫ നൽകണേ അല്ലാഹ്. നീ അജിലായ കാമിലായ പരിപൂർണമായ ശിഫ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഒക്കെ ഹലാലായ മുർഹാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനെ, അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലികളിൽ, വരുമാന മാർഗങ്ങളിൽ, കച്ചവടങ്ങളിലൊക്കെ നീ അഭിവൃദ്ധിയും ഉയർച്ചയും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജോലികൾ നീ ഖൈറും ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ നീ ഉന്നതിയിലെത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഉയർത്തിയ കരങ്ങളെ നീ ഖൈബാക്കി തട്ടല്ല അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. إن شاء الله എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.